ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പാകം ചെയ്യാൻ പോകുന്നത് കപ്പയും പോത്തുകറിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് പാകം ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ കപ്പയും പോത്തിനും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 1/2 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കൂടെ നമ്മൾ അല്പം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് കൂടി വന്നു കഴിയുമ്പോൾ ബീഫിന് നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും. നമ്മൾ വറുത്തരച്ചാണ് ബീഫ് കറി വെക്കുന്നത്. അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ സ്പൈസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിനി പോത്ത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 3-4 ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയേക്കാൾ അല്പം ടേസ്റ്റാണ് ചെറിയുള്ളി. അപ്പം 5-8 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില, 1/4 സ്പൂണ് കുരുമുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിൽ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിന് ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കാം. അല്പം ഇഞ്ചി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1 പീസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് പാകത്തിന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് അല്പം നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്കും ബീഫ് ഒന്ന് വെന്ത് വരും. ഏകദേശം അരമണിക്കൂറോളം എടുക്കും നമുക്കിത് വെന്ത് വരാനായിട്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് താളിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ചെറിയുള്ളി, അല്പം കറിവേപ്പില ചേർക്കാം. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബീഫിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ പോത്തുകറി റെഡി ആയിട്ടുണ്ട്. വറുത്തരപ്പും കൂടെ ചേർത്തപ്പോൾ കടുകും കൂടെ താളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫ്ലേവർ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. നമ്മൾ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി കപ്പയിലേക്ക് ചേർക്കേണ്ട അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 ചെറിയുള്ളി, അരമുറി തേങ്ങ, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 തുണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം നമുക്ക് ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 അല്ലി പച്ചമുളക് ചേർക്കാം. ഒപ്പം 2-3 കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അരപ്പ് കപ്പയായിട്ടൊന്ന് ചേർന്ന് വരും. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ ഒന്ന് ഇടിച്ച് ഒതുക്കിയെടുക്കാം. നമ്മുടെ കപ്പയിൽ അരപ്പ് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം.
നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം, നമുക്ക് ഇടിച്ചൊതുക്കി കൊടുക്കാം. അരപ്പുമായിട്ട് നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മുടെ കപ്പയ്ക്കും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കടുക് നന്നായിട്ട് പൊട്ടിച്ച് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും പോത്ത് വറുത്തരച്ച കറിയും റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്, എങ്കിലും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇത് പാകം ചെയ്തിരിക്കുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ നാടൻ ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.